എങ്ങനെയാണ് ഒരാൾക്ക് ഒരു എഴുത്തുകാരൻ അത്രമേൽ പ്രിയപ്പെട്ടവനായി മാറുക? എഴുത്തുകാരൻ എന്ന അഗാധഗർത്തത്തിലേക്ക് വീണു പോവുക, അയാളെ ഭ്രാന്തമായ അഭിനിവേശത്തോടെ സ്നേഹിക്കാനും പിന്തുടരാനും തോന്നുക. ലോകമുള്ള കാലം നിലനിൽക്കുമെന്ന അഹങ്കാരത്തോടെ നാം പടുത്തുയർത്തുന്ന മഹാസൗധങ്ങളെല്ലാം ഒരു ദിവസം ഇങ്ങനെ തകർന്നടിയാനുള്ളതാണല്ലോ എന്ന തിരിച്ചറിവോടെ അക്രോപാളിയുടെ പടിയിറങ്ങി വരുമ്പോഴാണ് ഡേസിയുടെ മുന്നിൽ തീർത്തും അവിചാരിതമായി അയാൾ വന്നുവിടുന്നത്. പുതിയ ഭൂമികൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലാണ് പിറക്കേണ്ടത്. പിന്നെ മാത്രമേ അത് കടലിൽ നിന്ന് പൊന്തി വരൂ. ആരോ ഒരാൾ നമ്മുടെ വിധിയെ നിയന്ത്രിക്കുന്നുണ്ട് സുഹൃത്തെ. ആ ആരോ ഒരാൾ നമ്മൾ തന്നെയാണ്. ഒരു പുഴു പട്ടായി മാറുന്നതിനേക്കാൾ, ശരീരം ആത്മാവായി പരിവർത്തനം ചെയ്യുന്നതിനേക്കാൾ മധുരതരമായ നൊമ്പരമില്ല. മൾബറി, എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ.